എല്ലാ എൻ്റെ മാന്യ പ്രേക്ഷകർക്കും ദ സന്തോഷ് പ്രോജക്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പമുള്ളത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപ് പാർട്ടി മാറിച്ചാടി കേരള രാഷ്ട്രീയത്തെ തന്നെ ഭയങ്കരമായ കോളിളക്കം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലാകട്ടെ, മറ്റ് ചാനൽ ചർച്ചകളിലാകട്ടെ, തൻ്റെതായ ഒരു വാക്ചാതുര്യം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ മാത്രം സീറ്റ് പിടിച്ച ഒരു വ്യക്തിയാണ്. ലെറ്റ്സ് വെൽക്കം Sandy Warrior. Sandy Warrior, welcome to the show. Thank you, Navya. Thank you so much. I'm so happy to be on your Santosh project. Okay, Sandy Warrior, ഇവിടുന്ന് തുടങ്ങണം. താങ്കളുടെ ചെറുപ്പത്തിൽ നിന്ന് തുടങ്ങണം. കാരണം ചെറുപ്പത്തിൽ താങ്കൾക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അവിടുന്ന് താങ്കൾ മുന്നോട്ട് പോയി മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു, അവിടെ പ്രവർത്തിച്ചു. ഇപ്പോൾ സ്റ്റിൽ താങ്കൾ INSP ചേർന്നിരിക്കുകയാണ്. സാൻഡി, എങ്ങനെയാണ് ഇങ്ങനെ തവള ചാടുന്നത് പോലെ ഇങ്ങനെ ചാടാൻ പറ്റുന്നത്? നവ്യ, നല്ല പ്രയോഗം. ഇതുവരെ ആരും എന്നോട് അങ്ങനെ ഒരു തവളച്ചാട്ടം എന്നിങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എന്തിനാണ് എന്റെ ചെറുപ്പത്തിലെ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നത്? എന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്താണ്, അത് മാത്രം നമ്മൾ ചർച്ച ചെയ്താൽ പോരെ? പിന്നെ അഡീഷണൽ ആയി ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, BJT എന്ന വെറുപ്പിന്റെ കടയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയായ INSPയിലേക്കാണ് ഞാൻ എത്തിയത്. സോ നവ്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ നൗ ഐ ആം സന്തോഷ്. That's so funny. Okay, സാൻഡി വാര്യറിനെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, സാൻഡി വാര്യറിനെ ഇപ്പോൾ ജനങ്ങൾ പോട്ടെ, സാൻഡി വാര്യർക്ക് എപ്പോഴാണ് തോന്നിയത് സാൻഡി വാര്യറിനെ ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന്? ഐ തിങ്ക് ഡ്യൂറിങ് ദ ശബരിമല ഇഷ്യൂ റിഗാർഡിങ് സ്ത്രീ പ്രവേശനം. ഞാൻ FB പോസ്റ്റ് ഇട്ടു, കേറി അങ്ങ് വൈറലായില്ലേ. ആളുകൾ സ്വീകരിച്ചു. BJTയുടെ മുഖമായി, BJTയുടെ സംസ്ഥാന വക്താവായി ഞാൻ മാറി. പിന്നെ നമുക്ക് അറിയാലോ, നമ്മൾ വളരുമ്പോ നമ്മുടെ അസൂയാലികൾ നോക്കുന്നു. ഓക്കെ സാൻഡി, സാൻഡി മരം പോലെ വളരുന്നു, ഒരൊറ്റ വെട്ട്. അങ്ങനെ എപ്പോഴെങ്കിലും സാൻഡിക്ക് തോന്നിയിട്ടുണ്ട്? സാൻഡി ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? സാൻഡി ഓക്കെ അല്ലേ? സാൻഡിക്ക് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ കരയണം. കാരണം ദ സന്തോഷ് പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ആർക്ക് വന്ന് ഇവിടെ നിന്ന് കരഞ്ഞു വീഴുക. സാൻഡി കരയണോ? നവ്യ, അവിടെ നിന്നാണ് സാൻഡി വാര്യർക്കെല്ലാം നഷ്ടപ്പെട്ടത്. അവിടെ എന്താണ്? ഹലാൽ വിവാദം. ഓക്കെ ഒരു FB പോസ്റ്റ് ഇട്ടു, വേണമെങ്കിൽ കാണിച്ചോ സൈഡിൽ. പൊതുജനം എന്നെ ഏറ്റെടുത്തു, പക്ഷെ പാർട്ടി എന്നെ എതിർത്തു. ചാനൽ ചർച്ചകളിൽ നിന്ന് എന്നെ നീക്കി, സംസ്ഥാന വക്താവ് സ്ഥാനത്ത് നിന്നെ മാറ്റി. ഞാനിതൊക്കെ ഓക്കെ, സാൻഡിയുടെ ഈ ഒരു ഇമോഷണൽ സ്റ്റേജ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് സാൻഡി ഇവിടെ പറഞ്ഞ ഒരു ചാനൽ ചർച്ച, നമുക്ക് ഒരു വൈറലായ സാൻഡിയുടെ ചാനൽ ചർച്ച ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഫ്ലാഷ് ബാക്ക്. അഞ്ജുഷേ, എനിക്ക് ഒരു കാര്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇതുവരെയായിട്ട് ഇങ്ങേരുടെ നേതാവ് ഒരിക്കൽ പോലും വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടോ? ജനങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? കാരണം എന്താ, ഇങ്ങേരെ പോലെ ഒരു ഫ്രോഡിനെ ലൈവിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെ നേതാവ് ഫ്രോഡാണ്. തെമ്മാടിയെന്നോ? എന്ത് സാൻഡി വാര്യർ മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ തെമ്മാടിനൊക്കെ നിങ്ങൾ അച്ചുവിടി പോയി സംസാരിച്ചാൽ മതി. അതൊക്കെ അഞ്ജുഷേ, എനിക്കും പറ്റത്തില്ല. ആരെയാണ് നീ മര്യാദയ്ക്ക് സംസാരിക്കാൻ? നീ സംസാരിക്കണം. ഇവനാരായി പറയാൻ? നവ്യ, അതൊക്കെ പഴയ കാലം, അതൊക്കെ പോയി. ഇനി അത് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ അതിനെ പറ്റി? ഓക്കെ, എന്നാൽ നമുക്ക് സാൻഡിയുടെ വീണ്ടും കുറച്ച് നൊസ്റ്റാൾജിയ ആവാൻ വേണ്ടിയിട്ട് പഴയ കുറച്ച് ക്ലിപ്പും കൂടെ നമുക്കൊന്ന് കാണാം. എല്ലാ ന്യൂ ഇയർ പാർട്ടിയും വിദേശത്ത് ആഘോഷിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് INSPയെക്കാളും വലിയ പാർട്ടി ന്യൂ ഇയർ പാർട്ടി. ഇന്നു മുതൽ ഞാൻ പറയുന്ന രാഷ്ട്രീയം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമാണ്, പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയം. പിണറായി വിജയനോട് ചേർന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് VD സതീശൻ മുന്നോട്ട് പോകുന്നത്. BJTയും പിണറായി വിജയനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരെ നിലപാടെടുത്തതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഓക്കെ സാൻഡി, ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ കാണുമ്പോൾ ഒരു ലേശം ഉളുപ്പ് തോന്നില്ലേ? നവ്യ, അതെ, ഞാൻ അനുഭവിച്ച അവഗണന, അതിന്റെ ഒരു തരി നവ്യ അനുഭവിച്ചിരുന്നെങ്കിൽ നവ്യ ഈ വർത്തമാനം എന്നോട് പറയില്ല. ഓക്കെ, അതെന്തൊക്കെയായിരുന്നു? വേണമെങ്കിൽ അതിന്റെ ഒരു തരി വേണമെങ്കിൽ ഞാനൊന്ന് കുറച്ച് ക്ലിപ്സ് ആയിട്ട് കാണിച്ചു വേണമെങ്കിൽ കണ്ടു. ഓക്കെ, പിന്നെയും ഫ്ലാഷ് ബാക്ക്.
എന്താ നവ്യക്ക് കരയാൻ തോന്നുന്നുണ്ടോ? ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വേണം? ഓ വേണ്ട സാൻഡി, ഞാൻ ഓക്കെയാണ്. ഓക്കെ സാൻഡി വാര്യർ, അവസാനത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു ചെറിയ ക്ലിപ്പും കൂടെ നമുക്കൊന്ന് കാണാം. ക്ലിപ്പോ നവ്യ? അതെ, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ സഖാവ് സരിത, എനിക്ക് RDP കുറിച്ച് മനസ്സിലായപ്പോൾ, ആ സംഘടനയെ കുറിച്ച് ആഴത്തിൽ എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായപ്പോൾ എനിക്കത് പ്രവർത്തിക്കാൻ കൊതിയാവുന്നു. ഇനി എന്റെ ശബ്ദം RDPക്കുണ്ട്. സാൻഡി, ഇപ്പോൾ തന്നെ നോക്കൂ, സരിത ഇപ്പം INSPയിൽ നിന്നും RDPയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്താണ് സാൻഡിക്ക് തോന്നുന്നത്? എടോ, സീറ്റ് കിട്ടാത്തതിനുള്ള ചുരുക്ക്, ലേശ ഉളുപ്പ് വേണ്ടേ? സാൻഡി, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സാത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏവനാള് കൊള്ളാം. എന്താ പേര്?